അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റിയാദുസ് സ്വാലിഹീൻ ഇതിലെ 36ാമത്തെ ബാബ് നഫഖത്തി അലൽ ഇയാൽ എന്ന ബാബായിട്ട് ഞങ്ങൾ വിശദീകരിക്കേണ്ടത്. ഭർത്താവുക്ക് ഭാര്യ വീടേണ്ട കടമകൾ, ഭാര്യക്ക് ഭർത്താവ് കൂടേണ്ട കടമകൾ, ഇതൊക്കെ ഞങ്ങൾ വിവരിച്ച ഈ രണ്ട് ബാബ് ഞങ്ങൾ വിവരിച്ചിട്ടേത്ത് ഇപ്പൊ ചൊല്ലത് പോണ്ടത് പെഞ്ഞൈ മക്ക ബാപ്പ ഉമ്മ ഇങ്ങെല്ലാം ഞങ്ങൾ ചെലവ് കൊടുക്കേണ്ട ആറുമാറായിട്ടിരിക്കുന്നത് പെഞ്ഞൈ മക്ക. അപ്പൊ ഈ പെഞ്ഞൈ മക്കൾക്ക് ಖರ್ಚು കൊടുക്കടേ അങ്ക് ചെലവാക്കടേ എന്നുള്ളത് അത് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമായിട്ടിരിക്കുക. ഒരു ദീനും പഠിപ്പാട്ടാത്ത അള്ളാന്റെ അടുക്കൽ സ്വീകാര്യമായ ദീൻ ഇസ്ലാം ദീൻ മാത്രമായിട്ടിരിക്കുന്നത്. എന്നാൽ മറ്റൊരിടത്തും പഠിപ്പാട്ടാത്ത ഒന്നായിട്ടിരിക്കരുത്. അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇസ്ലാം പഠിപ്പാട്ടിയ കാര്യങ്ങൾ. പെഞ്ഞൈമക്ക് ಖರ್ಚು കൊടുക്കുക എന്നുള്ളത് അള്ളാഹുടെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന കാര്യം എന്നുള്ളത്. അള്ളാഹുടെ അടുക്കൽ അതൊക്കെ സവാബുണ്ട്, പ്രതിഫലമുണ്ട്. എന്തായിട്ടിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഇസ്ലാം ചൊല്ലേ. അപ്പോ അതായിട്ട് ഞങ്ങളെ ഇന്നത്തെ ബാബു നഫഖത്ത് അലൽ ഇയാൽ. അത് ഖാല അല്ലാഹു തആല വഅലൽ മൗലൂദി ലഹു, ആ കിടാവുടെ ബാപ്പയുടെ മേൽ ആയിട്ട് റിസ്ഖുഹുന്ന വകിസ്വതുന്ന ബിൽ മഅറൂഫ്, ആ പെണ്ണുങ്ങൾക്ക് റിസ്ക് കൊടുക്കും, ಖರ್ಚು കൊടുക്കും, വസ്ത്രങ്ങൾ കൊടുക്കും. അത് ബാപ്പയുടെ കടമയായിട്ട്. അപ്പോ പെഞ്ഞായി പെത്തിട്ട് ആ കിടാവിടെ നോക്കുമ്പോൾ അവർക്ക് ಖರ್ಚು കൊടുക്കണം, അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കണം. അത് മാപ്പിളയുടെ കടമയായിട്ടിക്കട് എന്ന് പരിശുദ്ധ ഖുർആൻ ചൊല്ലുക. അത് വലിയൊരായത്തിലെ ചെറിയൊരു ഭാഗമായിട്ടിക്കട് ഇവിടെ സൂറത്തുൽ ബഖറ 233. എന്നിട്ട് അത് പിന്നറായത്ത് ഇമാം നവവി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. ലിയുൻഫിഖ് ദു സഅത്തിൻ മിൻ സഅതിഹി, കഴിവുള്ളങ്ങ അങ്ങനെ കഴിവനുസരിച്ച് അങ്ങനെ കഴിവിൽ നിന്ന് അങ്ങ് ചെലവാക്കണം. ഒമൻ കൊതിര അലൈഹി റിസ്ഖുഹു, ഒരുത്തനക്ക് അവന്റെ റിസ്ക് തെല്ല ഇക്കട്ടായിത്തൻ കണ്ടെങ്കിൽ ഫൽയുൻഫിഖ് മിമ്മാ ആതാഹു അല്ലാഹ്, അല്ലാഹ് കൊടുത്തതിൽ നിന്ന് അവൻ ചെലവാക്കട്ടെ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹ, ഏതൊരു ശരീരത്വവും അല്ലാഹു തആല കൽപ്പിക്കുന്നത് അതൊക്കെ കൊടുത്തത് അതൊക്കെ കഴിവനുസരിച്ച് ചെയ്യുകയായിട്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ ചൊന്നത് കഴിവുള്ള നിലക്ക് ചെലവാക്കണം, കഴിവില്ലാത്ത അങ്ങനെ കഴിവനുസരിച്ച് ചെലവാക്കണം. അപ്പൊ ഒരുപാട് ഓർത്തരട്ടി കഴിവുണ്ട്. പെഞ്ഞ മക്കളെ നല്ല നിലക്ക് നോക്കത്തേട്, എന്നാൽ നല്ല ಖರ್ಚಾക്കിയിട്ട് അവൻ നോക്കണം. ഇസ്രാഫ് ആക്കുന്നുണ്ട് ചൊല്ലല്ല. എന്നിട്ടും എന്താക്ക തീറ കഞ്ചൂസ് കാട്ടുക തീറ എന്നുള്ളത്. ഇന്നതനുസരിച്ചിട്ട് എന്താക്കണം, കൊടുക്കണം എന്നുള്ളത്. അപ്പൊ പെഞ്ഞ മക്കൾക്ക് ചെലവാക്കണം, അങ്ക് വേണ്ടി കൊടുക്കണം. അത് അത് ഓരോരുത്തരെ കഴിവനുസരിച്ചിട്ടുണ്ടാവും. അതിലെന്താക്കത്തില്ല കഞ്ചൂസ് കാട്ടുക തീറ എന്നുള്ളത്. അപ്പൊ അത് പ്രതിഫലമുള്ള കാര്യമായിട്ടിരിക്കുക. വക്കാലത്തലത് ഒമാ അൻഫഖതും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു, സൂറത്തു സബയിലെ 34. നിങ്ങൾ ഏതൊന്ന് ಖರ್ಚಾക്കാറുണ്ട് കണ്ടെങ്കിൽ അള്ളാഹു താല അതൊക്കെ ബദലായി തണ്ട. അപ്പൊ പെഞ്ഞൈ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ಖರ್ಚಾക്കിട ಖರ್ಚ് അതൊക്കെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു താല എന്താക്കട ബദൽ തണ്ട, അതൊക്കെ അള്ളാഹു താല പകരം തണ്ട, പിന്നൊന്ന് തണ്ട എന്നായിട്ടിക്കട് സബയിൽ സൂറത്തു സബയിൽ ചൊല്ലുക. അപ്പൊ ഇതൊന്നും വെറുതെ ആവില്ല എന്നല്ല, ആഖിറത്തിലും ദുനിയാവിലും വെറുതെ ആവില്ല അല്ല. ഇതൊക്കെ ഇപ്പൊ ഞങ്ങൾ സദക്ക കൊടുത്തിട്ട് ഒരാളെ സമ്പത്ത് കുറയില്ല എന്ന ഹദീസിൽ കാണാം. സദക്ക കൊടുത്തിട്ട് ഒരാളെ സമ്പത്ത് കുറഞ്ഞു പോണ്ടേ എന്നുള്ളതില്ല. അപ്പൊ ഏറ്റവും വലിയ സ്വതക്കയായിട്ട് ആർക്ക് പെഞ്ഞൈ മക്കൾ ഉമ്മക്ക് ബാപ്പകെല്ലാം ಖರ್ಚು കൊടുക്കടേ, അങ്ങനെ നോക്കടേ എന്നുള്ളത് അത് ഏറ്റവും പ്രതിഫലമുള്ള കാര്യമായിട്ട്. അപ്പൊ അങ്ങക്ക് കൊടുത്തു എന്നത് കൊണ്ട് എന്താവില്ല, നഷ്ടം ഉണ്ടാവില്ല. അപ്പൊ ഇതിലെല്ലാം പ്രധാനപ്പെട്ട് നമുക്ക് പോകേണ്ടത് നല്ല നിയ്യത്ത്. ഇതൊക്കെ പ്രതിഫലം ഇബാദത്താണ് എന്ന നിലക്ക് ചെയ്യണം. അവിടെ ആയിട്ടിക്കണ് അതിനെ മറന്നു. ഞങ്ങൾ പലപ്പോഴും പലതൊക്കെ ಖರ್ಚಾക്കട, പെഞ്ഞമ്മക്കും ಖರ್ಚಾക്കട അല്ലെ. അപ്പൊ ഒന്നും ഞങ്ങൾക്ക് എന്തൊക്കില്ല, നല്ലൊരു നെയ്യത്തിക്കില്ല. അതെന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടോ വേണ്ടാത്ത ചൊന്നിട്ടോ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നല്ല നെയ്യത്തോടു കൂടെ അള്ളാഹു താല ഇത് പ്രതിഫലക്കാരൻ്റെതറിയ ഇതൊരു ഇബാദത്തായിട്ടിക്കട് എന്ന നെയ്യത്തോടു കൂടെ അല്ലെ. പെഞ്ഞൈമാർ ബാപ്ലമാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും അങ്ങനെ വസ്ത്രങ്ങൾ കലക്കി കൊടുക്കുന്നതും അങ്ങനെ ഹിദ്മത്ത് ചെയ്തതും അള്ളാഹ് എൻ്റെ കൽപ്പിച്ച കാര്യം
അത് അള്ളാഹുവിനെ പ്രതിഫലം കിട്ടുക ചെയ്ത എന്ന നീയത്ത് പെണ്ണുകുന്നെങ്കിൽ അവൾ ചെയ്തതുള്ള ഇബാദത്തായിട്ട് കിടക്കും. അതേപോലെ ഒരു മാപ്പിള ആ പെഞ്ഞായി മക്കൾക്ക് ఖర్చు കൊടുക്കരുത്. അത് അള്ളാഹു താലാണ് ഇട്ടിട്ട് കൽപ്പിച്ചത്. മറ്റാവശ്യങ്ങൾക്ക് നാണ് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനേക്കാളും ഇത് ഉപരി ഇത് മേലെയായിട്ടിക്കില്ലേ എന്നാൽ ഇങ്ങനെ ఖర్చు കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടിക്കില്ലേ. അപ്പൊ സദക്ക സുന്നത്തായിട്ടിക്കില്ല. അപ്പൊ സദക്കടേക്കാളും കൂടുതൽ പ്രതിഫലമുള്ള കാര്യ എന്നായിട്ടിക്കില്ലേ. അപ്പൊ ഇതിൽ നോക്കൂ, എന്തിനു നിങ്ങൾ ఖర్చాക്കാറുണ്ടെങ്കിലും അള്ളാഹു അതൊക്കെ ബദൽ തണ്ട എന്നുള്ളത്. അപ്പൊ അവിടെ എന്തായിട്ടിക്കട് ഞങ്ങളെ നീയത്തായിട്ടിക്കല് ഞങ്ങൾ നോക്കേണ്ടത്. ഞങ്ങൾ നീയത്ത് നന്നാക്കണം. അള്ളാഹുടെ വക്കലുണ്ടല്ലോ പ്രതിഫലത്തെ ആഗ്രഹിച്ചു കൊണ്ട് ചെയ്യണം. ഇത് അള്ളാഹുവിനെ കൽപ്പിച്ചത്. ഇതൊരു ഇബാദത്ത് എന്ന നീയത്ത് ഞങ്ങളിൽ ഉണ്ടാക്കണം. അത് ഞങ്ങാക്കണം. അപ്പോൾ അതൊക്കെ എന്തല്ലേ പ്രതിഫലമില്ലേ. അപ്പൊ അവിടെ അള്ളാഹുടെ പ്രതിഫലം കൂടി ഞങ്ങൾ ആഗ്രഹിക്കണം അല്ലെ. ചുമത്തെല്ലാം ഞങ്ങൾ എന്താക്കണമെങ്കിൽ ഞങ്ങൾ ഇതൊന്നും കരുതില്ല. അള്ളാഹുടെ വക്കൽ എന്നുള്ള പ്രതിഫലമായിട്ടൊന്നും കരുതില്ല. ഞങ്ങൾ എന്താ അങ്ങനെ കൊടുക്കണം കണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ പൈസക്ക് നഷ്ടപ്പെട്ടതിലോ പൈസ ಖರ್ಚಾയതിലോ അതിലെ ടെൻഷനില്ലേ ഞങ്ങൾക്ക്. അതല്ല അത് പേരിച്ചിട്ടല്ല എന്തെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എപ്പോ നോക്കി ഇങ്ങനെ അല്ല അങ്ങനെ എന്തെങ്കിലും ചൊന്നിട്ടായിട്ട് ഞങ്ങൾ കൊടുക്കണേ എന്നുള്ളത്. ഇത് ഞങ്ങൾ ഒഴിവാക്കിയെങ്കിൽ, ഇത് ഞങ്ങൾ ഇല്ലാണ്ടാക്കിയെങ്കിൽ അള്ളാഹുടെ ഇബാദത്ത് അള്ളാഹു നക്ക് പ്രതിഫലം കണ്ട കാര്യം നാ ചെയ്തേ. നമ്മുടെ ഹജ്ജാക്കട, ഉംറാക്കട, നിസ്കരിക്കട, സദക്ക കൊടുക്കട, മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യണം. ആ ഇബാദത്ത് പോലെ തന്നെ ഇത്രയും കണ്ടെങ്കിൽ അത് ഏതൊരു ഷെയ്ൻ നിങ്ങൾ ఖర్చాക്കാറുണ്ടെങ്കിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് ബദലായിട്ട് അള്ളാഹു തആല തണ്ട എന്നുള്ളത്. അപ്പൊ അതൊക്കെ വന്നേ ടിക്കണ ഞങ്ങൾ വേണ്ടത് അള്ളാഹുടെ പ്രതിഫലം ആഗ്രഹിക്കുക, നല്ല നിയ്യത്തുണ്ടാവുക. ഇനി അതിനെ സംബന്ധിച്ചുള്ള ഹദീസുകൾ ഇൻഷാ അല്ലാഹ് വിവരിക്കട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാതുകൊടുക്കാം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളൊക്കെ അവന്റെ സ്വാലിഹ്യങ്ങളിൽ സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. ഖൈറിന്റെ അൽമാരിൽ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.